ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോയി ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. 2-3 നേന്ത്രപ്പഴം എടുക്കുക. നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം പഴുത്തിട്ടുള്ള ഒരു പഴം തന്നെയാണ്. ഇനി ഇങ്ങനെ അല്ലാതെ നമുക്ക് ഒരുപാട് പഴുത്ത് തിന്നാനൊന്നും പറ്റാത്ത രീതിയിലാവുന്ന ആ ഒരു രീതിക്കാവുന്ന പഴം ഉണ്ടല്ലോ, ആ ഒരു പഴം വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 2 പഴം ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഏലക്കായാണ്. 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഉള്ളിലുള്ള ആ ഒരു സീഡ് മാത്രം നമുക്ക് ഇതിലോട്ട് ചേർത്തെടുത്താൽ മതി. ഇനി ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഏലക്കായ പൊടിച്ചതുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം പൊടി ചേർത്തെടുത്താലും മതി. പിന്നെ ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അതൊന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ നമുക്കിത് ഒരു എന്താ പറയുക, ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒട്ടും പഴത്തിൻ്റെ തരിതരിപ്പൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. എന്നിട്ട് ഈ ഒരു മിക്സിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയ ജീരകം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് മാവ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ മൈദ മാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് മൈദമാവിന് പകരം ഗോതമ്പ് മാവും യൂസ് ചെയ്ത് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 കപ്പിനടുത്ത് മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നോക്കിയിട്ട് അടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ സ്പൂണിന്ന് വിട്ട് വരുന്ന രീതിക്കാണ് നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഒത്തിരി ലൂസും ആവരുത്, ഒത്തിരി ടൈറ്റും ആവരുത്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു പിടി തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് സ്പൂൺ വെച്ചിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്തുള്ള ആ ഒരു ഷേപ്പ് നമ്മൾ നോക്കണ്ട. ഇത് ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ ഇത് ഒന്ന് പൊങ്ങി വരും. അപ്പോൾ എല്ലാം ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ ആയിട്ടാണ് വരിക. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് കളർ മാറും, പക്ഷെ ഉള്ളിൽ അത്ര കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതുവരെ ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.